വെൽക്കം ബാക്ക് ടു അറബി അക്കാദമി. ഇനി നമ്മളെ നെക്സ്റ്റ് ഒരു അധ്യായമാണ് ഗ്രോത്ത് ഓഫ് മിലിറ്റന്റ് നാഷണലിസം. അത്രത്തോളം മിലിറ്റന്റ് നാഷണലിസം എന്ന് പറഞ്ഞാൽ തീവ്രമായ ദേശീയത. ഒരു തീവ്ര ദേശീയത ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ എങ്ങനെ വളർന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ പാഠം. തീവ്ര ദേശീയത വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും എല്ലാ കോളനികളിലും കൊളോണിയൽ ശക്തികളിൽ നിന്ന് തങ്ങളുടെ ജനങ്ങളെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്ന തീവ്ര ദേശീയ ഗ്രൂപ്പുകൾ ഉണ്ടായി. കൊളോണിയൽ ശക്തികളിൽ നിന്ന് തങ്ങളുടെ ജനങ്ങളെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്ന തീവ്ര ദേശീയ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ LTTE, ശ്രീലങ്കയിലെ LTTE ഒരു സംഘടന തീവ്ര ദേശീയ ഗ്രൂപ്പാണ്. അതുപോലെ ഇന്ത്യയിലെ മാവോയിസ്റ്റുകൾ, ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ ഇപ്പോഴും അതുണ്ട് എന്നാണ് വിചാരിക്കപ്പെടുന്നത്. തീവ്രവാദ ദേശീയത സ്വാതന്ത്ര്യ സമരത്തിന്റെ അടിസ്ഥാന ഘട്ടമായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ തീവ്രദേശീയ ഗ്രൂപ്പുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? സ്വാതന്ത്ര്യം നേടുക എന്നുള്ളത് തന്നെയായിരുന്നു. അതിൽ സംശയമൊന്നുമില്ല. ബ്രിട്ടന്റെ സാമ്രാജ്യത്വ നയങ്ങളെ അത് സജീവമായിട്ട് എതിർത്തു. മിതവാദികളുടെയും തീവ്രവാദികളുടെയും അജണ്ടകള് പരാജയപ്പെട്ടത്, ഒരു പരിധിവരെ പരാജയപ്പെട്ടത് ഇന്ത്യയിൽ തീവ്രവാദ ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമായി. ഈ തീവ്രവാദ ദേശീയത ശരിക്കു പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ മനസ്സിലൊരു തരം ഭയവും അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ മാത്രമല്ല, സമാധാനപരമായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും പരിഗണിക്കാതെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ജാഗ്രതയുള്ളതും സംശയാസ്പദവുമായ ഒരു സംഗതിയാക്കി മാറ്റി. ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തീവ്രവാദികളുടെ കാഴ്ചപ്പാടിൽ 1885 മുതൽ 1905 വരെയുള്ള മോഡറേറ്റ് ഘട്ടം, മിതവാദികളുടെ കാലഘട്ടം സമ്പൂർണമായ പരാജയമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് കുറച്ചുകൂടി തീവ്ര ദേശീയതയിൽ വിശ്വസിച്ച സമൂലമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായ ഒരു പുതിയ തലമുറ ചെറുപ്പക്കാർ വന്നു. അവരുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും അക്രമാസക്തങ്ങളായിരുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ മിക്കവാറും വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചിരുന്നു. മാത്രമല്ല, രാജ്യത്തിന്റെ അകത്തും പുറത്തുമുള്ള വിവിധ സംഘടനകൾ അവർക്ക് ധനസഹായം നൽകി. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞുപോയ സംഗതികളാണ്. യുവാക്കളാണ് ഈ പ്രസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെട്ടത്. ഈ പ്രസ്ഥാനങ്ങളിൽ ചേർന്നത് മൂലം ഒരുപാട് രക്തസാക്ഷികൾ ഇന്ത്യയിലുണ്ടായി. സുഖദേവ്, ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ് തുടങ്ങിയ ചെറുപ്പക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് മരിക്കേണ്ടി വന്നു. ഈ 3 പേരും. അതുകൊണ്ട് ഈ തീവ്രവാദ ദേശീയ തീവ്ര ഗ്രൂപ്പുകളും 1920-കൾക്ക് ശേഷം പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് കൂടുതലൊന്നും അതിൽ പറയുന്നില്ല. നോക്കാം, കോൺഗ്രസ് വൃത്തങ്ങളിൽ തീവ്രവാദ പ്രവണത വർദ്ധിക്കുന്നതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നെല്ലാം നമുക്കറിയാം അല്ലേ? മിതവാദ രാഷ്ട്രീയത്തോടുള്ള നിരാശയാണ് തീവ്രവാദ പ്രതികരണങ്ങളുടെ ഉയർച്ചയ്ക്ക് പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. മിതവാദി നേതൃത്വത്തിന്റെ കീഴിൽ ജനാധിപത്യ വിരുദ്ധമായ ഭരണഘടനയാണ് കോൺഗ്രസിനെ ഭരിച്ചിരുന്നത്. തിലകൻ ആവർത്തിച്ച് ശ്രമിച്ചുവെങ്കിൽ പോലും അങ്ങനെ 1899 ഒരു പുതിയ ഭരണഘടന തയ്യാറാക്കുകയും അംഗീകരിക്കുകയും ചെയ്തുവെങ്കിലും ആ ഭരണഘടനയും കോൺഗ്രസിൽ അംഗീകരിക്കപ്പെട്ടില്ല. അപ്പോൾ അവരുടെ ആവശ്യങ്ങളിൽ ഭൂരിഭാഗവും നിറവേറ്റപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ മിതവാദ രാഷ്ട്രീയം എന്നൊരു തരം സ്തംഭനാവസ്ഥയ്ക്ക് എത്തി. അതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അതോടുകൂടെ ഇത് തീവ്രവാദത്തിന്റെ ആവിർഭാവത്തിന് ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറി എന്നർത്ഥം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്തുകൊണ്ട് തീവ്രവാദ ഘടകങ്ങൾ ഉണ്ടായി അല്ലേ? മിതവാദികൾക്ക് ഇന്ത്യൻ കൗൺസിൽ ആക്ടിൽ വഴി ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ വിപുലീകരണമല്ലാതെ കാര്യമായ വിജയമൊന്നും നേടാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ട് പിന്നീട് ചെറുപ്പക്കാർ ഇതിലേക്ക് വരിക, തീവ്രവാദ പ്രവണതകളിലേക്ക് വരും. 1905 ബംഗാൾ വിഭജനം കൂടി നടന്നതോടുകൂടെ ഈ മിതവാദികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ചെറുപ്പക്കാർക്ക് തോന്നാൻ തുടങ്ങി. മനസ്സിലായില്ലേ?
തീവ്രവാദികൾ ഇന്ത്യയുടെ ഭൂതകാലത്തിലെ പ്രചോദനം ഉൾക്കൊണ്ടു. ഇന്ത്യയുടെ ഭൂതകാലം സമ്പന്നമാണെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് നമ്മിൽ ഇന്ത്യക്കാരിൽ ദേശീയ അഭിമാനവും ആത്മാഭിമാനവും നിറക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ്. അതുപോലെ പാശ്ചാത്യ സംസ്കാരത്തെ ആദർശവൽക്കരിക്കാൻ അവർ നിർത്തി. പകരം ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ സംസ്കാരത്തെ അവർ ആദർശവൽക്കരിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഹിന്ദു ചരിത്രം, പ്രത്യയശാസ്ത്രം, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതികളാണ്. ഇനി തീവ്രവാദികളെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ഈ പാഠത്തിൽ മുമ്പ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് അധികമൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കടന്നു പോണത്. പ്രത്യേകിച്ച് നമുക്കൊന്നും പഠിക്കാനൊന്നുമില്ല, കാരണം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള സംഗതികൾ തന്നെ ഇതിൽ വരുന്നുള്ളൂ. തീവ്രവാദികൾ പുരോഗമനപരമായിരുന്നു. തീവ്രവാദികളുടെ ആവശ്യങ്ങൾ അക്രമാസക്തമായിരുന്നു. മനസ്സിലായല്ലോ? തീവ്രവാദികൾ പുരോഗമനപരമായിരുന്നു, അവരുടെ ആവശ്യങ്ങൾ അക്രമാസക്തമായിരുന്നു. ആധിപത്യത്തിനെതിരെ ഉള്ള ഒരു ആയുധമായി അവർ സ്വാശ്രയത്വത്തിൽ വിശ്വസിച്ചു. നമുക്ക് ആവശ്യമുള്ള കാര്യം നമ്മൾ തന്നെ ഉണ്ടാക്കണം, അങ്ങനെ വേറുള്ളവരുണ്ടാക്കിയാലൊന്നും പറ്റൂല. പിന്നെ പ്രത്യയശാസ്ത്രപരമായ പ്രചോദനം, ഇന്ത്യൻ ചരിത്രം, സാംസ്കാരിക പൈതൃകം, ദേശീയ വിദ്യാഭ്യാസം, ഹിന്ദു പരമ്പരാഗത ചിഹ്നങ്ങൾ എന്നിവയായിരുന്നു അവർക്കുണ്ടായിരുന്ന പ്രചോദനങ്ങൾ. അതുകൊണ്ട് അവർ ജനങ്ങളെ ഉണർത്തുന്നതിന് വേണ്ടി ഗണപതി, ശിവാജി ഉത്സവങ്ങളൊക്കെ പുനരുജ്ജീവിപ്പിച്ചു. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാ. ഇന്ത്യയുടെ മഹത്തായ സംസ്കാരത്തിൽ അഭിമാനം വളർത്താൻ ശ്രമിച്ചു. അങ്ങനെ ദേശീയതര ചൈതന്യം സൃഷ്ടിക്കാനും അവർ ആഗ്രഹിച്ചു. പിന്നെ സ്വരാജ്യം, വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, പിന്നെ ദേശസ്നേഹത്തെക്കുറിച്ച് ഇന്ത്യക്കാരെ ബോധവാന്മാരാക്കുന്നതിനുള്ള ദേശീയ വിദ്യാഭ്യാസം, കുറെ കോളേജുകളും സ്കൂളുകളൊക്കെ സ്ഥാപിച്ചു. തീവ്രവാദ രീതികളിൽ വിശ്വസിച്ചു അവർ. നിസ്സഹകരണ രീതിയായിരുന്നു, ഗവൺമെന്റിനോട് സഹകരിക്കാതിരിക്കുക. ജനാധിപത്യം, വിഘടനവാദം, പുരോഗതി എന്നിവയ്ക്ക് വേണ്ടി അവർ വാദിച്ചു. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്, എന്തായിരുന്നു അവരുടെ രീതികൾ എന്നൊക്കെ പറഞ്ഞു പോയ കൂട്ടത്തിലുള്ളതാണിത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഇന്ത്യയിൽ വിപ്ലവ പ്രത്യയശാസ്ത്രത്തിന്റെ ആവിർഭാവം യുവാക്കളുടെ മനസ്സിൽ പ്രവർത്തിച്ച നിരവധി ആന്തരികവും ബാഹ്യവുമായ സ്വാധീനങ്ങളുടെ ഫലമായിരുന്നു. ഇന്ത്യയിൽ ഈ ഘട്ടത്തിൽ, അതായത് തീവ്രവാദ ഘട്ടം കഴിഞ്ഞതോടുകൂടെ, ഈ രണ്ട് ഘട്ടത്തിന്റെ അവസ്ഥ മനസ്സിലായല്ലോ. ഈ ഘട്ടത്തിലാണ് വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത്. നോട്ട് ചെയ്യാം, അതാണ് ഇനിയാണ് പഠിക്കേണ്ട ഭാഗമുള്ളൂ. തീവ്രവാദ പ്രസ്ഥാനം കഴിഞ്ഞു, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു പോയതാ. ഇനിയുള്ള ഈ 2 പേജ് നമ്മൾ നോക്കണം. വിപ്ലവ പ്രസ്ഥാനം വന്നു ഏതിനു ശേഷം? തീവ്രവാദത്തിന് ശേഷം. വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ ഘട്ടം നടക്കുന്നത് ബംഗാൾ, മഹാരാഷ്ട്ര, പഞ്ചാബ്, UP, ഒറീസ, ബീഹാർ, മദ്രാസ് പ്രവിശ്യകളിലായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ബംഗാൾ, മഹാരാഷ്ട്ര, പഞ്ചാബ്. അപ്പോ വിപ്ലവ പ്രസ്ഥാനം ഉണ്ടാകുന്നത് എപ്പോഴാണ്? തീവ്രവാദ കാലഘട്ടത്തിന് ശേഷം. വിപ്ലവ പ്രസ്ഥാനത്തിന് ആദ്യ ഘട്ടം എവിടെയൊക്കെയായിരുന്നു? ബംഗാൾ, മഹാരാഷ്ട്ര, പഞ്ചാബ്, UP, ഒറീസ, ബീഹാർ, മദ്രാസ് പ്രവിശ്യകളിൽ. അതിൽ ഏറ്റവും പ്രധാനം എവിടെയാണ്? ബംഗാൾ, മഹാരാഷ്ട്ര, പഞ്ചാബ്. വിപ്ലവ ഭീകരതയുടെ ഉയർച്ചയ്ക്ക് പിന്നിലെ കാരണങ്ങൾ പറയാം. ഒന്ന്, യുവാക്കൾക്കിടയിലെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, വിപ്ലവ ഭീകരത അല്ലെങ്കിൽ വിപ്ലവ പ്രസ്ഥാനം ഉണ്ടാവാനുള്ള കാരണം എന്ത്? ഈ ഒരു ഭാഗം മാത്രമേ നോക്കേണ്ടുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ച സംഗതികളാണ്. അതുകൊണ്ട് ഞാൻ രണ്ടാമത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വിപ്ലവ ഭീകരതയുടെ ഉയർച്ചയ്ക്ക് പിന്നിലെ കാരണങ്ങൾ അല്ലെങ്കിൽ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഉണ്മക്കുള്ള കാരണങ്ങൾ. ഒന്ന്, യുവാക്കൾക്കിടയിലെ ദേശീയത. ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യക്കാരെ സാമ്പത്തികമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബംഗാൾ വിഭജനം നടന്നു. ഇത് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ദേശീയതയുടെ ചൈതന്യം വർദ്ധിപ്പിക്കാൻ സഹായിച്ച വളരെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ്. ഒന്ന് ഡ്രെയിൻ തിയറിയും മറ്റൊന്ന് ബംഗാൾ വിഭജനവും. ഇത് കാരണമായി നമ്മുടെ യുവാക്കൾക്കിടയിൽ ദേശീയത എന്ന വികാരം അതിശക്തമായിട്ട് അലയടിച്ചു. അതിൽ നിന്ന് വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഉണ്ടായി. മറ്റൊന്ന്, മിതവാദി തീവ്രവാദി കോൺഗ്രസിന്റെ പരാജയം. നേരത്തെ പറഞ്ഞതാണ്, ഈ 2 ഘട്ടങ്ങളും ദേശീയ തീവ്രവാദ ഘട്ടത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം യുവഘടകങ്ങൾ ഇതിന്ന് പിന്മാറാൻ തയ്യാറായില്ല. അവര് എന്ത് പറഞ്ഞു? നിങ്ങൾ തകർന്നു പോയി, ഞങ്ങൾ ഏറ്റെടുത്തോളാന്ന് പറഞ്ഞു. ഇനി സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനത്തിന്റെ തകർച്ചയാണ് ഉടനടി കാരണം. മൂന്നാമത്തെ കാര്യം, യുവാക്കളുടെ വിപ്ലവ ഊർജം പ്രയോജനപ്പെടുത്തുന്നതിലും പ്രതിഷേധത്തിന്റെ വഴി തുറക്കുന്നതിലും നേതൃത്വം പരാജയപ്പെട്ടു. ഏത്? മിതവാദ തീവ്രവാദ നേതൃത്വം പരാജയപ്പെട്ടു. ഓക്കെ, അപ്പൊ ഇതാണ് വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം, ഈ 3 കാരണം. ഓക്കെ,
ഇനി പ്രധാനപ്പെട്ട ചില വിപ്ലവ പ്രവർത്തനങ്ങൾ പറയാം. പ്രാരംഭഘട്ടത്തില് ഈ വിപ്ലവ പ്രസ്ഥാനങ്ങളൊന്നും നന്നായി സംഘടിതമായിരുന്നില്ല. പ്രധാനമായും അവര് രാജ്യദ്രോഹികളെ, അതുപോലെ അടിച്ചമർത്തുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ, ഇവരൊക്കെ ഇല്ലാതാക്കുക, വധിക്കുക പോലെയുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്പൊ ഒന്ന്, അവർ നന്നായി സംഘടിതമായിരുന്നില്ല. ഒന്നാമത്തെ പോയിന്റ് അതാണ്. അപ്പൊ ആദ്യം അവരെ പണി എന്തായിരുന്നു? രാജ്യദ്രോഹികളായ കുറെ ആൾക്കാർ അവിടെ ഉണ്ട്, അവരടിച്ചമർത്തുക, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ കൊല്ലുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പിന്നെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിവിധ സംഘടനകളിൽ നിന്ന് സാമ്പത്തിക സഹായം അവർക്ക് കിട്ടി. അപ്പോ അതേപോലെ തന്നെ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി അവർ സൈനിക ഗൂഢാലോചനകൾ നടത്തുകയും സ്വദേശി കവർച്ചകൾ നടത്തുകയും ചെയ്തുവെന്ന് ബ്രിട്ടീഷുകാർ കരുതി. അതായത് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിവിധ സംഘടനകളിൽ അവർക്ക് സാമ്പത്തിക സഹായം കിട്ടി. പക്ഷെ ബ്രിട്ടീഷുകാർ കരുതി എന്താണ്? ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി ഇവർ സൈനിക ഗൂഢാലോചന നടത്തുന്നുണ്ട്. സ്വദേശി കവർച്ചകൾ എന്ന് പറയുന്ന തൻ്റെ നാട്ടിൻപുറത്തുള്ള ആളുകളുടെ കടകള്, മറ്റു വ്യവസായ സ്ഥാപനങ്ങൾ കവർച്ചകൾ നടത്തി അതിൽ നിന്ന് ഇവർ ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട് എന്ന് ബ്രിട്ടീഷുകാർ കരുതി. വാസ്തവത്തിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ യുവാക്കളെ പ്രചോദിപ്പിച്ചു. അവര് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ നയങ്ങൾക്കെതിരെ കലാപം നടത്തുകയും അവരുടെ പാതയിലെ തടസ്സങ്ങൾ ഇല്ലാതാക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും അവർ ചെയ്തു. ഇതുണ്ടായിട്ടുള്ളത്, അല്ലാതെ ഫണ്ട് കിട്ടിയതിന് കാരണങ്ങളൊന്നുമല്ല. ഇനി ഒരു വേറെ പ്രത്യേകത, സമാധാനപരമായ രീതികളോ പ്രതിപക്ഷവുമായുള്ള ചർച്ചകളോ ഒരിക്കലും അവർക്ക് ഓപ്ഷൻ ആയിരുന്നില്ല. ആ പരിപാടിയൊന്നും വേണ്ട. ആളുകൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ കൊല്ലുക തന്നെയാണ്. ഓരോ വിപ്ലവകാരിയും അവരുടെ ശത്രുക്കളുമായി ഏറ്റുമുട്ടലിൽ ഏത് സമയത്തും മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. ഇത് വിവിധ വിപ്ലവ സംഭവങ്ങളിൽ പലരുടെയും വിധിയായി മാറി. മിക്കവാറും എല്ലാ വിപ്ലവ പ്രവർത്തനങ്ങളിലും മിക്കവാറും എല്ലാവരുടെയും വിധി ഇങ്ങനെയായിരുന്നു. ഇനി അപ്പൊ ഇതിന്റെ ഒരു ചില്ലറ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ, അത് നോട്ട് ചെയ്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഞാൻ ആദ്യത്തെ ചില വിപ്ലവ സംഘടനകൾ പറയാം. ഒന്ന്, 1902 മിഡ്നാപൂരിലും, അതായത് ജ്ഞാനേന്ദ്രനാഥ് ബസുവിന്റെ കീഴിൽ, പിന്നെ കൽക്കട്ടയിലും. സ്ഥലങ്ങൾ ഓർത്തു വെച്ചാൽ മതി. അത് രണ്ടുപേരാണ്. പ്രമോദ് മിറ്ററിന്റെ കീഴിൽ ജതീന്ദ്രനാഥ് ബാനർജി, പരീന്ദ്രകുമാർ ഘോഷ് എന്നിവരൊക്കെ രൂപീകരിച്ചു. ആദ്യത്തെ വിപ്ലവ സംഘടനകളാണ്. ഒന്ന് മിഡ്നാപൂരിലും ഒന്ന് കൽക്കട്ടയിലും. 1906 ബരീന്ദ്രകുമാർ ഘോഷ്, ഉപേന്ദ്രനാഥ് ദത്ത എന്നിവരുടെ നേതൃത്വത്തിൽ അനുശീലൻ സമിതി രൂപീകരിച്ചു. അവരുടെ വിപ്ലവ പ്രത്യയശാസ്ത്രങ്ങൾ അവരെ അക്കാലത്ത് വിപ്ലവ പത്രങ്ങളിലൂടെയും ലഭ്യമായ മറ്റ് മാധ്യമങ്ങളിലൂടെയും അവർ പ്രചരിപ്പിച്ചു. ഇതൊക്കെ അവർ ചെയ്തു. ആക്ഷേപഹാസ്യവും സാഹിത്യവും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ അച്ചടി മാധ്യമങ്ങളുടെ പ്രധാന ആയുധങ്ങളായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അച്ചടി ആയുധങ്ങളുടെ പ്രധാന ഘടകം ആക്ഷേപഹാസ്യം, സാഹിത്യം, ഇത് രണ്ടും. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ പോലും വിപ്ലവകരമായ ആക്രമണങ്ങളിൽ നിന്ന് ഈ സംഘടന ഒഴിവാക്കിയില്ല. സർക്കാർ അടിച്ചമർത്തൽ വിപ്ലവകാരികൾക്ക് മറ്റൊരു മാർഗം. അവസാനം വിപ്ലവകാരികളെ സർക്കാർ അടിച്ചമർത്തി. 1907 ഇതിന് അങ്ങനെ സർക്കാരിനെ അടിച്ചമർത്തൽ എന്നുള്ളതായിരുന്നു വിപ്ലവകാരികളുടെ ലക്ഷ്യം, സർക്കാരിനെ അടിച്ചമർത്തുക. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഇരയാണ് ജനറൽ ഫുള്ളർ. എന്താ സംഭവിച്ചത്? 1907 ആൻഡ്രൂ ഫ്രേസറിനെതിരെ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ട്രെയിൻ പാളം തെറ്റിച്ച് വധിക്കാൻ ശ്രമം നടന്നു. അതേപോലെ ഖുദിറാം ബോസ്, പ്രഫുല്ല ചാക്കി തുടങ്ങിയ വിപ്ലവകാരികൾ മുസാഫർപൂരിൽ ഒരു ജഡ്ജിയെ കൊല്ലാൻ ഒരു വണ്ടിക്ക് നേരെ ബോംബ് ആക്രമണത്തിൽ ഏർപ്പെട്ടു. വിപ്ലവ പ്രവർത്തനങ്ങളാണ് അതൊക്കെ, പ്രധാനപ്പെട്ട ചില വിപ്ലവ പ്രവർത്തനങ്ങളാണ്. പക്ഷെ ജഡ്ജി വണ്ടിയിൽ ഇല്ലാതിരുന്നാൽ പദ്ധതി പരാജയപ്പെട്ടു. അതിൽ ഉൾപ്പെട്ട ആളുകളൊക്കെ പിടികൂടി വധിച്ചു. മറ്റ് പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ മുരാരി പുക്കൂർ ഗൂഢാലോചന കേസ്, ബറാക്കൊള്ള എന്നിവയൊക്കെ അതിൽപ്പെട്ടതാണ്. ബ്രിട്ടീഷുകാർ അവരുടെ ഭരണത്തിന് ഗുരുതരമായ ഭീഷണിയായി ഈ വിപ്ലവ പ്രസ്ഥാനത്തെ കണ്ടു. 1912 ഡിസംബറിൽ ചാന്ദിനി ചൗക്കിലൂടെ ഒരു ഘോഷയാത്രയായി ഡൽഹിയുടെ പുതിയ തലസ്ഥാനത്തേക്ക് പ്രവേശിച്ച വൈസ്രോയി ഹാർഡിങ്ങിനെതിരെ റാഷ് ബെഹാരി ബോസും സച്ചിൻ സന്യാലും അതിശയകരമായ രീതിയിൽ ബോംബ് ആക്രമണം നടത്തി. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് വിദേശത്തുള്ള അനുഭാവികളും വിപ്ലവകാരികളും വഴി ജർമ്മൻ ആയുധങ്ങളും വെടിക്കോപ്പുകളും ഇറക്കുമതി ചെയ്യാൻ ജുഗന്തർ പാർട്ടി ശ്രമിച്ചു. അപ്പോൾ ഇതിനെയാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, അവരുടെ വിപ്ലവ പ്രവർത്തനങ്ങൾ, അത് പിന്നെ പാർലമെന്റ് ആക്രമണമൊക്കെ അതിൽപ്പെട്ടതാണ്.
അപ്പോൾ ഏതായിരുന്നാലും ആ പാഠം ചെറിയ പാടാണ്. ഈ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഭാഗം മാത്രമേ പഠിക്കാനുള്ളൂ. ബാക്കി മിതവാദികളുടെയും ദേശീയവാദി ഒന്നും നിങ്ങൾ പഠിക്കേണ്ടില്ല. വിപ്ലവ പ്രസ്ഥാനമാണ് ഇതിൽ പ്രധാനമായിട്ട് പുതിയതായി പറഞ്ഞ കാര്യങ്ങൾ. ബാക്കിയെല്ലാം മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു.